അൾസൈമേഴ്സ് ഡിസീസിനുള്ള നല്ലൊരു പരിഹാര മാർഗമാണ് ഗ്രീൻ ടീ എന്ന് പുതിയ ഗവേഷണങ്ങൾ തെളിയിക്കുന്നു. പ്രായം കൂടുമ്പോൾ വരുന്ന മസ്തിഷ്ക സംബന്ധിയായ രോഗമാണ് അൾസൈമേഴ്സ് ഡിസീസ്. സ്മൃതിനാശം വരുത്തുന്ന ഡിമെൻഷ്യ എന്ന രോഗത്തിന് ഇത് കാരണമാകുന്നുണ്ട്. മസ്തിഷ്ക സംബന്ധമായി സംഭവിക്കുന്ന പരിക്കും ഇതിന് കാരണമാകാം. ഗ്രീൻ ടീയിൽ കാണപ്പെടുന്ന ഒരു മിശ്രിതമാണ് EGCG എന്നത്, അഥവാ എപ്പിഗാലോകാറ്റാച്ചിൻ ഗാലറ്റ്. ഈ മിശ്രിതത്തിന് അൾസൈമേഴ്സ് രോഗത്തിന് കാരണമായ തലച്ചോറിനകത്തുള്ള ടോ ഫൈബറുകളെ വിഘടിപ്പിച്ച് ന്യൂറോണുകളുടെ പ്രവർത്തനത്തെ കാര്യക്ഷമമാക്കാൻ കഴിയുമെന്നതാണ് പുതിയ കണ്ടെത്തൽ. മസ്തിഷ്ക ന്യൂറോണുകളുടെ ഘടനയെ ദൃഢീകരിക്കുന്ന പ്രോട്ടീനുകളാണ് ഈ ടോ പ്രോട്ടീനുകൾ. ഇവയിൽ വരുന്ന അപാകതകളാണ് ടോ ഫൈബർ രൂപപ്പെടാൻ കാരണം. ക്യാൻസറിനെ തടയാനുള്ള ആൻറ്റി ഓക്സിഡൻ്റായും വിഷഹാരിയായും ഗ്രീൻ ടീ പ്രവർത്തിക്കുന്നുണ്ട്. കാനഡയിലെ മെക്മാസ്റ്റർ യൂണിവേഴ്സിറ്റിയിലാണ് ഇത് സംബന്ധിച്ച ഗവേഷണങ്ങൾ നടന്നിട്ടുള്ളത്. 15 വർഷമായി അൾസൈമേഴ്സ് രോഗ ഗവേഷണങ്ങളിൽ വ്യാപൃതനായ പ്രൊഫസർ ഗിയൂസെപ്പ് മെലാസിനിയുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്ര സംഘമാണ് പഠനം നടത്തിയത്. അൾസൈമേഴ്സ് രോഗത്തിന് ഇപ്പോൾ ഫലപ്രദമായ ചികിത്സ നിലവിലില്ല. 2017 ആഗസ്റ്റ് 25 ജേണൽ ഓഫ് ദ അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയിലാണ് ഈ വിവരം പ്രസിദ്ധീകരിച്ചത്. ECGC എന്ന ഘടകം ഏറ്റവും കൂടുതലുള്ളത് ഗ്രീൻ ടീയിലാണ്. ഗ്രീൻ ടീ കുടിക്കുന്ന ആളുടെ മൂത്രത്തിലും ഈ ഘടകം ഉണ്ടാകും. മസ്തിഷ്ക ന്യൂറോണുകളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്ന പല ഘടകങ്ങളും, അതായത് മഗ്നീഷ്യം, കോപ്പർ, സിങ്ക്, B-C വിറ്റാമിനുകൾ തുടങ്ങിയവ മൂത്രത്തിൽ ഉണ്ട്. കോപ്പർ, സിങ്ക് ഒക്കെ നേരിയ തോതിൽ മാത്രമേ ഉള്ളൂ. ECGC ഉൾപ്പെടെ അടങ്ങുന്ന ഈ മൂത്രത്തിൻ്റെ റീസൈക്ലിംഗ് മസ്തിഷ്ക പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്താനും അതുവഴി അൾസൈമേഴ്സിന് ശമനമുണ്ടാക്കാനും കഴിയും. സ്വാഭാവിക രീതിയിൽ EGCG രക്തത്തിലുണ്ടാവില്ല, മൂത്രത്തിലും. അത് ഗ്രീൻ ടീയിലൂടെയാണ് ശരീരത്തിന് ലഭ്യമാവുക. ഈ വിഷയത്തിലുള്ള ഗവേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രമേഹം, കൊളസ്ട്രോൾ എന്നിവയെ കുറയ്ക്കാനും ഹൃദ്രോഗത്തെ തടയാനും ഉമിനീരിൻ്റെ അമ്ലത്വത്തെ കുറയ്ക്കാനും ഒക്കെ ഗ്രീൻ ടീ സഹായിക്കുന്നു എന്നും ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ഏഞ്ചൽസ് USA യിലെ ഡേവിഡ് ഈസൻബർഗ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗവേഷണവും 2024 ടോ ഫൈബേഴ്സിനെ വിഘടിപ്പിക്കാനുള്ള EGCGയുടെ ശേഷിയെ അംഗീകരിക്കുന്നുണ്ട്.